അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുവെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയത, സൂഫിസം, അത് പ്രധാനമായും പ്രവർത്തിക്കുന്നത് മനുഷ്യനും അവൻ്റെ വികാരങ്ങളും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താനാണ്. ആ വേർപ്പെടുത്തൽ വിജയിക്കുമ്പോൾ പിന്നെ മനുഷ്യന് തൻ്റെ നാടിനോട്, തൻ്റെ വീടിനോട്, തൻ്റെ കുടുംബത്തോട് തുടങ്ങിയ സ്വാർത്ഥമായ ബന്ധങ്ങളോടൊക്കെ തന്നെയും ഒരു വിരക്തി ഉണ്ടായിത്തീരും. സൂഫി എപ്പോഴും അള്ളാഹുവിൻ്റെ ഒപ്പം ചലനങ്ങളുമായി, ചിന്തകളുമായി നടക്കാനും ജീവിക്കാനുമാണ് താല്പര്യപ്പെടുക. അതുകൊണ്ടാണ് ലോകം കണ്ട വലിയ വലിയ സൂഫി വര്യന്മാരെല്ലാവരും സഞ്ചാരികളായിരുന്നു എന്ന് നാം പറയുന്നത്. അത്തരത്തിൽ അങ്ങകലെ ബാഗ്ദാദിൽ നിന്ന് മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരമക്കളിൽ നിന്ന് പലരും ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. അവരൊക്കെ വന്നതിൻ്റെ മാനസിക തലം ആണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത്തരത്തിൽ ഒരാളെ പരിചയപ്പെടുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാളിയാർ റോട്ട് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെക്കുറിച്ചാണ്. അവരന്ത്യവിശ്രമം കൊള്ളുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാളിയാർ റോഡ് മഖാമിലാണ്. ആദ്യം ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴി ഏത് വഴിയിലൂടെയും വരാം. ഏതൊരു ചരിത്ര സ്ഥാനമാണെങ്കിലും 4 ഭാഗത്തിലൂടെയും വരാനുള്ള വഴി അങ്ങോട്ട് സ്വാഭാവികമായും ഉണ്ടായിരിക്കും. പക്ഷേ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വഴി നാം പറയുക എന്ന് കരുതുമ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യവും ഏറ്റവും എളുപ്പവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിലൊന്നായ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നുള്ള വഴി പറയലായിരിക്കും. ഷൊർണൂർ ജംഗ്ഷനിലെത്തിയാൽ അവിടെ നിന്ന് നമുക്ക് നേരെ ചേലക്കരയിലേക്ക് പോകാം. ചേലക്കരയിൽ നിന്ന് എളനാട്ടിലേക്ക് പോകുന്ന റോട്ടിലൂടെ ഏതാണ്ട് 10 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമ്മൾ കാളിയാർ റോഡ് മഖാമിൽ എത്തിച്ചേരും. തൃശ്ശൂർ ജില്ലയിലാണ് കാളിയാർ റോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് സ്വാഭാവികമായും ഒരു വനമേഖലയാണ്. നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ഇരുവശങ്ങളിലുമായി ഇടനൂർന്ന് നിൽക്കുന്ന വനമാണ്. ആ വനത്തിൻ്റെ ഉള്ളിലൂടെ നാം മുന്നോട്ട് പോയാൽ നാം ചരിത്രപ്രസിദ്ധമായ കാളിയാർ റോഡ് മഖാമിൻ്റെ മുമ്പിൽ എത്തിച്ചേരും. കാളിയാർ റോഡ് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭവനെ ഒന്നുകൂടി വ്യക്തമായി പരിചയപ്പെടാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി പാലക്കാട് ജില്ലയിലെ വിളയൻ ചാത്തന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരമകൻ നൂർ മുഹമ്മദ് ലബ്ബൈ എന്നവരിൽ നിന്ന് ആരംഭിക്കലായിരിക്കും. കാരണം മഹാനവറുകളുടെ പേരമകനാണ് കാളിയാർ റോഡിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെ തന്നെയും ജീലാനി തങ്ങളുടെ പേരമക്കളാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ അടിസ്ഥാന നാട് ഇറാഖാണ്, ഇറാഖിലെ ബാഗ്ദാദ് നഗരമാണ് എന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം തുടങ്ങുന്നത് ഏതാണ്ട് 3 നൂറ്റാണ്ട് മുമ്പാണ്. 3 നൂറ്റാണ്ട് മുമ്പാണ് അദ്ദേഹം ഇന്ത്യയിലും ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലും കേരളത്തിലെ തൃശ്ശൂരിൻ്റെ ഒരറ്റത്തുള്ള കാളിയാർ റോട്ടിലും എത്തിച്ചേർന്നത് എന്നതാണ് ചരിത്രാനുമാനം.
പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അജ്മേർ തുടങ്ങിയ വലിയ നഗരങ്ങൾ പിന്നിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയ അദ്ദേഹം തമ്പടിച്ചത് ഈ മഖാമിൻ്റെ തൊട്ട് പുറകുവശത്തായി നാം കാണുന്ന ഈ നിബിഡ വനത്തിൻ്റെ ഉള്ളിലാണ്. അദ്ദേഹം കഴിഞ്ഞിരുന്നത് ഒരു ഗുഹയിലാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഗുഹ നിൽക്കുന്ന സ്ഥലം തേന്മല എന്നാണ് അറിയപ്പെടുന്നത്. അത് പണ്ടേയുള്ള നാമമാണോ അല്ല പിന്നീടുണ്ടായതാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും ആധികാരികമായ ചരിത്രരേഖകളോ മറ്റോ ഒന്നും ലഭ്യമല്ല. ഏതായിരുന്നാലും തേന്മലയിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ ഏകാന്തനായി ഇത്തരത്തിൽ ഒരു സൂഫി വര്യൻ ജീവിക്കുന്നുണ്ട് എന്ന രഹസ്യം ആർക്കും അറിയുമായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ പ്രദേശത്തിൻ്റെ ഒരു 10 കിലോമീറ്ററെങ്കിലും ചുറ്റളവിൽ ആരും താമസിക്കുന്നുണ്ടായിരുന്നില്ല. താമസിക്കുന്നവരുണ്ട് എങ്കിൽ തന്നെയും അവരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളോ മാപ്പിളമാരോ അങ്ങനെ അധികമായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മഹാനുഭവൻ അവിടെ ജീവിക്കുന്ന കാര്യം കുറേ കാലം ആരും അറിയാതെ പോയി എന്നതാണ് വസ്തുത. ഏതായിരുന്നാലും അള്ളാഹു അറിയേണ്ടതിനെയെല്ലാം അറിയിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത് അവിതർക്കിതമായൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ ഒരു സംഭവമുണ്ടായി. മറ്റൊന്നുമല്ല, ഒരു വേട്ടക്കാരുടെ സംഘം തേന്മലയുടെ പരിസരത്തുകൂടി കടന്നു പോകാനിടയായി. അവിടെ അവർ മെതിയടിയുടെ ചവിട്ടടിപ്പാടുകൾ കണ്ടു. അവർക്ക് അത്ഭുതമായി, ജിജ്ഞാസയായി. ഈ ഘോര വനത്തിന് ഉള്ളിൽ മെതിയടിയുടെ ചുവടടികൾ എങ്ങനെയാണ് കാണപ്പെടുക എന്നത് അവരാലോചിച്ചു. ഏതായിരുന്നാലും ആ ചുവടുകൾ പിന്തുടർന്ന് അവർ പോയി അവരെത്തിയത് നാം നേരത്തെ പറഞ്ഞ തേന്മലയിലെ ഈ ഗുഹയിലേക്കായിരുന്നു. ഗുഹയിലെത്തിയപ്പോൾ തേജോമയനായ ഈ സൂഫി വര്യനെ അവർ കണ്ടു. അവരിൽ ചിലരെല്ലാം മാപ്പിളമാരായിരുന്നു. അവർക്കെല്ലാം വലിയ സന്തോഷമായി. ആരാധനയിൽ തികഞ്ഞ ക്ഷമാശീലനായി റബ്ബിൽ ലയിച്ചലിഞ്ഞ രീതിയിലും ഭാവത്തിലുമായി ഇവിടെ കഴിയുന്ന ഷെയ്ഖ് അവറുകളോട് അവരോരോരുത്തരും അവരുടെ ജീവിതത്തിലെ ഓരോ സങ്കടങ്ങളും ഓരോ പ്രയാസങ്ങളുമൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം വേണ്ടി ഷെയ്ഖ് അവറുകൾ ദുആ ചെയ്തു. പിന്നെ അവർ അവിടെ നിന്ന് പോന്നു. അവർ വേട്ടക്കാരാണ്, വേട്ടയാണ് അവരുടെ ഉദ്ദേശം, ലക്ഷ്യം. അതുകൊണ്ട് അവരവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോന്നപ്പോഴാണ് അവരോരോരുത്തർക്കും മനസ്സിലായത്, ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഷെയ്ഖ് അവറുകളുടെ പ്രാർത്ഥന നേടിയ ഓരോരുത്തർക്കും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിവേഗം അത്ഭുതകരമായി സാധിച്ചതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ചില ആൾക്കാർക്ക് അസുഖങ്ങൾ ഭേദമായി, ചില ആൾക്കാർക്ക് മാനസികമായ വിഷമങ്ങൾ മാറിക്കിട്ടി, ചില ആൾക്കാർക്ക് കുട്ടികളില്ലാത്ത വിഷമം മാറിക്കിട്ടി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അതിനെല്ലാം പരിഹാരമുണ്ടായി. അതോടുകൂടിയാണ് പ്രദേശത്തുള്ള മുസ്ലിം ജനവിഭാഗം ഈ മഹാനവറുകളെക്കുറിച്ച് അറിഞ്ഞത്. പിന്നീട് പലരും രോഗശാന്തി തേടി, പ്രാർത്ഥന തേടി തേന്മലയിലേക്ക് ഒഴുകാൻ തുടങ്ങി. അവിടെ ഒരു വാതിൽ രൂപം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇവിടെ നടക്കുന്ന ഉറൂസ് ചന്ദനക്കുടത്തിൻ്റെ അന്ന് ഈ പ്രദേശത്ത് നിന്ന് ഒരു ദീപം കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും സമീപത്തുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു. പക്ഷേ ഇന്നത്തെ കാലം പോലെ ആയിരുന്നില്ലല്ലോ 3 നൂറ്റാണ്ട് മുമ്പുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ ആരും കാര്യമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സിദ്ധൻ്റെ അടുക്കൽ ചെല്ലുകയും പ്രാർത്ഥന തേടുകയും ഒക്കെ ചെയ്യും എന്നതിലപ്പുറം വലിയ ഒരു ബന്ധമോ വലിയ ഒരു സാമൂഹ്യ ശ്രദ്ധയോ ഒന്നും ആ കാലത്തുണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഒരു നാൾ ഈ മഹാനുഭവൻ മലയിറങ്ങി താഴേക്ക് വന്നത്. അവിടെ വന്നപ്പോൾ കണ്ടത് ഒരു അമുസ്ലിമായ കർഷകനെയായിരുന്നു. ആ കർഷകനോട് ഷെയ്ഖ് അവറുകൾ പറഞ്ഞു,
നീ പോയി സമീപത്തുള്ള മാപ്പിളമാരെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരൂ. അപ്പോൾ കർഷകൻ പറഞ്ഞു, ഞാൻ എൻ്റെ കൃഷിക്ക് കാവൽ നിൽക്കുകയാണ്. പന്നികളുടെ വലിയ ശല്യമാണ് ഈ മേഖലയിലുള്ളത്. ഞാൻ പോയാൽ ഏതാണ്ട് 10 കിലോമീറ്ററെങ്കിലും പോകണം. അവിടെ പോയി അവരെ കൂട്ടി തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കൃഷിയെല്ലാം പന്നികൾ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് അവറുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ അതിൽ വിഷമിക്കേണ്ട, നീ ഒന്ന് ഉച്ചത്തിൽ കൂക്കിയാൽ മതി. നിൻ്റെ കൂക്കലിൻ്റെ സ്വരം ശബ്ദം എത്തിച്ചേർന്ന സ്ഥലങ്ങളിലേക്കൊന്നും പിന്നെ കാട്ടുപന്നികളോ മറ്റു വന്യജീവികളോ വരികയില്ല. അങ്ങനെ അയാൾ ചെയ്തു. പിന്നെ അതിൻ്റെ മറ്റൊരു അത്ഭുതം, ആ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും വന്യജീവികൾ വരാറില്ല എന്ന മറ്റൊരു ചരിത്ര കൗതുകമാണ്. ഏതായിരുന്നാലും അദ്ദേഹം പോയി എല്ലാവരെയും വിളിച്ചു വന്ന് അവരെല്ലാവരും എത്തിയപ്പോഴാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഷെയ്ഖ് അവറുകൾ മരിച്ചു കിടക്കുന്നതായിട്ട്. അപ്പോൾ അവർ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച നിലക്ക് ഇനി ചെയ്യാനുള്ളത് അദ്ദേഹത്തെ ആചാരപ്രകാരം മറവ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് മറവ് ചെയ്യാം എന്ന് അവർ കരുതുകയും തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവർ മറവ് ചെയ്യുകയും ചെയ്തു. പിന്നെ അവരെല്ലാവരും പിരിഞ്ഞുപോയി. അന്നത്തെ കാലത്തെ ജീവിതം, സമൂഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ആരും അത് ശ്രദ്ധിക്കാതെയായി. കുറേ കാലം അശ്രദ്ധയിൽപ്പെട്ടു പോയ ഈ മഹാനുഭവൻ്റെ ഖബറ് പിന്നീട് ശ്രദ്ധയിലേക്ക് വന്നത് അതുവഴി തടി പിടിക്കാൻ പോയ ഒരാന ആ സ്ഥലത്തെത്തിയപ്പോൾ പിടിച്ചു നിർത്തിയതുപോലെ നിന്നതിനെ തുടർന്നാണ്. ആനയെ 18 അടവും പ്രയോഗിച്ചിട്ടും പാപ്പാന്മാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, വളരെ ഗുരുതരമായ അവസാന കൈ അവർ പ്രയോഗിച്ചതോടുകൂടെ ഈ ആന അതിൻ്റെ കൊമ്പുകൾ ഒരു സ്ഥലത്ത് കുത്തുകയുണ്ടായി. തികച്ചും വിചിത്രമായ ഈ സംഭവം കണ്ടപ്പോൾ ആന കൊമ്പ് കുത്തിയേടം അവർ പരിശോധിച്ചു. അവിടെ അവർക്ക് രക്തം കാണാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും ഇവിടെ ഒരു മഹാനുഭവൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിൻ്റെ അടയാളങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു. അതുമുതലാണ് മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഒരു ശാന്തിയുടെ കേന്ദ്രമായി മാറിയത്. നാനാജാതി മതസ്ഥരും ആദരവോടെ ബഹുമാനത്തോടെ അനസ്യൂതം വരുന്ന, സന്ദർശിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് കാളിയാർ റോഡ് മക്കാം. ഫെബ്രുവരിയിലാണ് കാളിയാറോട്ടെ ചന്ദനക്കുടം നേർച്ച. ഈ നേർച്ച ചേലക്കര മുതൽ എളനാട് വരെയുള്ള ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഉത്സവമാണ്. മറ്റൊരു മസാറിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.